ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയാലോ. പ്രധാനമായി ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ആദ്യം തന്നെ സാബൂനരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതിന് ശേഷം അത് അടുപ്പിലേക്ക് വെക്കുക. അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ട്രാൻസ്പെറൻ്റായി മാറും കേട്ടോ. സാബുനരി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നില്ലേ ട്രാൻസ്പെറൻ്റായിട്ട്. അതിന് നമുക്ക് നേന്ത്രപ്പഴം വഴറ്റി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാലിൽ ഞാൻ ഓൾറെഡി ഏലക്കായ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ചൊരു കാഷ്നട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തത്, കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ പേര് വേണ്ടേ, ഇതാണ് പാൽ വാഴക്ക.